ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് മൂലം വർഷങ്ങളേറെയായി ദുരിതം അനുഭവിക്കുകയാണ് ചരക്കുമായി കോഴിക്കോട് വലിയങ്ങാടിയിലെത്തുന്ന ലോറി തൊഴിലാളികൾ. 500-ലധികം ലോറികൾ എത്തുന്ന വലിയങ്ങാടിയിൽ 70 ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മാത്രമാണ് ഉള്ളത്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്തതും മറ്റൊരു പ്രശ്നമാണ്. ഇതോടെ പ്രതിഷേധം ശക്തമാക്കാനാണ് ലോറി പാർക്കിംഗ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാണ് കോഴിക്കോട്ടെ വലിയങ്ങാടി. ചരക്കുമായി ലോറികൾ എത്തുമ്പോൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തിനായി നെട്ടോട്ടം തുടങ്ങിയിട്ട് കാലം കുറയായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 500-ലധികം ലോറികളാണ് ദിവസേന ചരക്ക് നീക്കത്തിനായി വലിയങ്ങാടിയിലേക്ക് എത്തുന്നത്. കഷ്ടിച്ച് 70 ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് 57 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ലോറി സ്റ്റാൻഡിലുള്ളത്. ഇത് തന്നെയാണ് തൊഴിലാളികളെ വലയ്ക്കുന്നത്. ചരക്കുമായി എത്തുന്ന ലോറികൾ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ സൗത്ത് ബീച്ചിലെ റോഡരികിലാണ് നിർത്തിയിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിനു ഫൈൻ നൽകേണ്ട അവസ്ഥയാണ്. അതിനാൽ 500-ലധികം ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള ലോറി ഹബ്ബ് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. സ്ഥലമില്ലാത്തതിനാൽ 2 നിരയിലായി വാഹനങ്ങൾ നിർത്തിയിടുന്ന സാഹചര്യമുണ്ടെന്നും പെട്ടെന്ന് ഓട്ടം വന്നാൽ പോകാൻ കഴിയാറില്ലെന്നും അതുമൂലം ചരക്കെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. ഇവിടെ വണ്ടി വെക്കുമ്പോൾ ലൈനിൽ ബാക്കിൽ മുമ്പിലായിട്ട് വെക്കുമ്പോൾ വണ്ടിക്കാർ ലോഡിന് പോകാനുള്ള ലോഡിന് വേണ്ടിയിട്ട് ഓഫീസുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെ പോയിട്ട് ഇരിക്കുക ചെയ്യുക. അപ്പം ബാക്കിലെ വണ്ടി എടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഡ്രൈവർ പിന്നെ ബീച്ചിലാണ് ഇപ്പോൾ അവിടുത്തെ ഓഫീസുകളുള്ളത്. അപ്പം ബീച്ചിൽ നിന്ന് ഇവിടെ വന്നിട്ട് ആ വണ്ടി മാറ്റി കൊടുത്തിട്ട് വേണം പിന്നെയും ആ ഡ്രൈവർ തിരിച്ചങ്ങോട്ട് തന്നെ പോകാൻ. അല്ലാതെ ആ സമയത്ത് അവിടെ വരുന്ന ലോഡുകൾ ആ ഡ്രൈവർക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഈ അസൗകര്യമൊക്കെ ഉണ്ട്. മീൻ മാർക്കറ്റ് ഇവിടേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നും അങ്ങനെ വന്നാൽ ലോറി സ്റ്റാൻഡ് കൂടി നഷ്ടപ്പെടുമെന്ന പേടിയുണ്ടെന്നും ലോറി പാർക്കിംഗ് സംരക്ഷണ സമിതി കൺവീനർ എം റഷീദ് പറഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഫിഷ് മാർക്കറ്റ് നവീകരണത്തിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ ഈ ഭാഗമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതും കൂടെ അല്ല ലോറിക്കാർക്ക് ആകെയുള്ള ആശ്രയം ലോറി സ്റ്റാൻഡാണ്. അതും മാറി പിന്നെ അവരെ എവിടെ നിൽക്കും എന്നുള്ളതാണ് ചിന്താഗതി. അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു പദ്ധതി വരെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നില്ല. കൊടങ്ങാട് ബീച്ച് എന്ന സ്ഥലത്ത് ലോറി പാർക്ക് അനുവദിച്ചതാണ്. എല്ലാം കഴിഞ്ഞ് അതെന്ത് പറ്റി എന്തായിരുന്നില്ല. കോർപ്പറേഷൻകാരോട് ചോദിച്ചു കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും കൈമലത്താണ്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1000-ലധികം ലോറികൾ എത്തുന്ന വലിയങ്ങാടിയിൽ ഇതിനനുസരിച്ചുള്ള പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. കോർപ്പറേഷനും മന്ത്രിമാർക്കും പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടിയെടുക്കാതെ വന്നതോടെ പ്രതിഷേധം ശക്തമാക്കാനാണ് ലോറി പാർക്കിംഗ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. മതിയായ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതുവരെ സൗത്ത് ബീച്ചിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കരുതെന്നും വലിയങ്ങാടിക്കടുത്തായി തന്നെ പുതിയ ലോറി സ്റ്റാൻഡ് പണിയണമെന്നും തൊഴിലാളികളും ലോറി ട്രാൻസ്പോർട്ട് ഏജൻസി യൂണിയനും പറയുന്നു. പ്രതികരണം നോക്കും. കോഴിക്കോട് ജില്ലയിലെ മൊത്തം ജനങ്ങളെ പ്രശ്നം അത്. കാരണം എന്ന് വെച്ചാൽ കോഴിക്കോടകത്ത് വരുന്ന ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ അത് കോഴിക്കോട് വലിയങ്ങാടിയിൽ അൺലോഡ് ചെയ്യണമെങ്കിൽ ലോറിക്കാർക്ക് ഒരു ഇടം വേണം. ഈ ലോറി ഉണ്ടെങ്കിലേ കോഴിക്കോട് ജില്ലയിലെ ദൈനംദിന ആവശ്യങ്ങൾ ആൾക്കാർക്ക് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതിന് കോഴിക്കോട് ഡിപ്പെൻഡ് ചെയ്ത് ഓടുന്ന ലോറികൾ നിന്നേ പറ്റൂ. അപ്പോൾ അതിനുള്ള സൗകര്യം കോർപ്പറേഷൻ ഉണ്ടാക്കി തരിക. അപ്പോൾ അന്നത്തെ ലോറികൾക്കുള്ള അളവും സൗകര്യത്തിനാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. അതുതന്നെ ജീർണിച്ച അവസ്ഥയിലാണ്. ഏത് സമയത്തും ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലോറിക്കും ലോറിയുടെ ഉള്ളിലെ ജീവനക്കാരുടെ കാര്യം എന്താവും എന്നുള്ളത് പറയാൻ കഴിയില്ല. അപ്പോൾ കോർപ്പറേഷൻ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വേണം. ചില്ലറ 10 വണ്ടി വെക്കാൻ സ്ഥലം വെച്ചിട്ട് ഞങ്ങളവിടെ സ്ഥലം ഉണ്ടാക്കി നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞാൽ പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്കിപ്പം ഒരു ആന്ധ്രക്കാരൻ വന്ന് അല്ലെങ്കിൽ ഒരു MH-കാരൻ വന്ന് ഓനോട് ഇവിടെ വണ്ടി നിർത്തേണ്ടത് ഞങ്ങൾ വെക്കുന്ന സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. ഓൻ ഇന്ത്യയിലായിട്ട് ടാക്സ് അടിച്ച് ഓടുന്ന, ഞങ്ങളും ടാക്സ് അടിച്ച് ഓടുന്ന, ഞങ്ങൾ ഓരോ നാട്ടിൽ പോയിട്ട് വണ്ടി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകപക്ഷീയമായിട്ട് ഞങ്ങളതാണ് സ്ഥലം, ഞങ്ങൾക്ക് ഇവിടെ വെക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ അവകാശപ്പെട്ടതാണ്, എല്ലാവരും പൈസ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യം കോർപ്പറേഷൻ കാണുക. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ലക്ഷ്മിപ്രിയയുണ്ട്. ലക്ഷ്മി, 40-ലേറെ വർഷമായി ലോറി പാർക്കിംഗ് സംരക്ഷണ സമിതി സമരം ചെയ്യുകയാണല്ലോ. എന്നിട്ടും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ലോറികൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താത്തത് കോർപ്പറേഷന്റെ വലിയ വീഴ്ച തന്നെയല്ലേ ലക്ഷ്മി?
അതേ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത്രയേറെ വർഷം പഴക്കമുള്ള ഒരു ലോറി സ്റ്റാൻഡാണിത്. 1000-ലധികം ലോറികളാണ് ഈ ഒരു വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ചരക്ക് കയറ്റിയിട്ട് ഈ വെളിയങ്ങാടി ഭാഗത്തേക്ക് വരുന്നത്. അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമോ അതുപോലെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഒരുക്കാത്തത് വലിയ രീതിയിലുള്ള കോർപ്പറേഷൻ്റെ പരാജയം തന്നെയാണെന്നാണ് ഇപ്പോൾ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ഇവരുടെ പ്രധാന പ്രശ്നം വിശ്രമ കേന്ദ്രം ഒരുക്കുക. അതായത് ഇപ്പോൾ പല ഭാഗത്തു നിന്ന്, ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നായി 1000-ലധികം ലോറികളാണ് പല ദിവസങ്ങളിലും ഇപ്പോൾ വെളിയങ്ങാടി ഭാഗത്തേക്ക് വരുന്നത്. അവർക്കൊന്ന് വിശ്രമിക്കാനോ ഒന്ന് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം പോലും ഇവർ ഒരുക്കിയിട്ടില്ല. അതുപോലെ തന്നെ 75 ലോറികൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു ലോറി സ്റ്റാൻഡാണ് ഇപ്പോൾ വെളിയങ്ങാടിയിലുള്ളത്. അത് ഒരു 500-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ലോറി സ്റ്റാൻഡാക്കി മാറ്റണമെന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളും നടന്നിരുന്നു. എന്നാൽ വർഷങ്ങളായി ഇവർ പ്രതിഷേധിക്കുകയാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇവരുടെ പ്രധാന അവർ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ പാർക്കിംഗ്, അതായത് 75 പേർക്ക് മാത്രം പാർക്ക് ചെയ്യാനുള്ള ഒരു ലോറി സ്റ്റാൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ അതുതന്നെയാണ് ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ മതിയായ പാർക്കിംഗ് സൗകര്യം ഇല്ല എന്ന പ്രശ്നമുള്ളപ്പോൾ തന്നെ ഈ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതും വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും ലക്ഷ്മി നൽകിയത്.